ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് 2026 പൊതുഫലം എങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് വർഷഫലമായതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു അപഗ്രഥനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് സമയദൈർഘ്യമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ തീരുന്നത് വരെ ശ്രദ്ധിച്ച് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ 2026 മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും പൊതുവെ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഫലവത്താകുന്നതിനുള്ള പ്രയത്നത്തിൻ്റെയും അതുവഴി ഉള്ള മുന്നേറ്റത്തിൻ്റെയും ഭാഗ്യാനുഭവങ്ങളുടെയും ജീവിതത്തിലെ സുഖാനുഭവങ്ങളുടെയൊക്കെ ഒരു വർഷമാകും 2026. ഇപ്പോൾ 2026 പൊതുഫലം അറിയുന്നതിന് മുമ്പ് 2026 ഗ്രഹഗോചരസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങൾ, അതായത് ശനി, അതുപോലെ രാഹു, കേതു, ഗുരു, ഈ 4 ഗ്രഹങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശനി 12 സഞ്ചരിക്കുന്ന സമയമാണ്. ശനിക്ക് 2026 രാശിമാറ്റമില്ല. ജൂലൈ 27 മുതൽ ആ 12 നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട്. ഡിസംബറിൽ ആ വക്രസ്ഥിതി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിക്ക് പൊതുവെ മാറ്റമില്ലാത്ത ഒരു വർഷമാണ്. രാഹു ഇപ്പോൾ 11 നിൽക്കുകയാണ്. വർഷ അവസാനം ഡിസംബറിലൊക്കെ ആകുമ്പോൾ ആ രാഹു 11 നിന്ന് 10 മാറുന്നുണ്ട്. കേതു ആണെങ്കിൽ ഇപ്പോൾ 5 സഞ്ചരിക്കുകയാണ്. വർഷാവസാനം ഡിസംബറിൽ ആ കേതു 5 നിന്നും 4 രാശി മാറുന്നു. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ഗുരുവാണ്. ആ ഗുരു ഇപ്പോൾ ജൂൺ 1 വരെ 3-ാം ഭാവരാശിയിലായിരിക്കും. അതിനുശേഷം ആ ഗുരു ഒക്ടോബർ 30 വരെ, ഒക്ടോബർ അവസാനം വരെ 4 ഉച്ചസ്ഥിതിയിലായിരിക്കും. അതിനുശേഷം ആ ഗുരു 5 രാശി മാറും. അപ്പോൾ ഗുരുവിന് 2026 മിഥുനം, കർക്കടകം, ചിങ്ങരാശികളിലേക്ക് രാശിമാറ്റം ഉണ്ടാകുന്നു. അതിചാരിയായിട്ട് ഗുരു സഞ്ചരിക്കുകയാണ്. അതിൽ മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിലായിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ഇതാണ് സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി, പ്രത്യേകിച്ച് ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വയുടെ സ്ഥിതി എടുക്കുമ്പോൾ വർഷ ആരംഭം ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നേട്ടത്തിൻ്റെ സ്ഥാനത്തും ഒക്കെ സഞ്ചരിക്കുകയാണ്. അതുപോലെ സൂര്യൻ, ആ സൂര്യനും വർഷ ആരംഭത്തിൽ കർമ്മസ്ഥാനത്തുണ്ട്, പിന്നെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. ക്രമേണ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാകുകയും ചെയ്യുന്നു. അതുപോലെ ബുധൻ, ആ ബുധനാണെങ്കിൽ വർഷ ആരംഭം കർമ്മസ്ഥാനത്താണ്, ക്രമേണ നേട്ടത്തിൻ്റെ സ്ഥാനത്ത്, അങ്ങനെ പ്രതിമാസം രാശികൾ മാറി പോകുന്നു. ശുക്രനും വർഷ ആരംഭത്തിൽ കർമ്മസ്ഥാനത്താണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്തും ക്രമേണ ഉച്ചസ്ഥിതിയിലൊക്കെ ആ ശുക്രൻ വരുന്നുണ്ട്. ഇപ്പം പൊതുവെ 2026 ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചിട്ടുള്ള പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. അതേസമയം ജാതകത്തിൽ ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും 2026 നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അവയൊക്കെ ഈ ഫലത്തെ സ്വാധീനിക്കും, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും. അപ്പോൾ ആ ദശ, അപകാരം, ഛിദ്രമൊക്കെ ജാതകത്തിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെന്ന് നോക്കണം. ഇപ്പോൾ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഒക്കെയാണോ ഇപ്പം നടക്കുന്നത്, ഇത് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന പൊതുഫലത്തെക്കാളും കൂടുതൽ ഗുണാനുഭവം നിങ്ങൾക്കുണ്ടാകും. മറിച്ചാണെങ്കിൽ
ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല, നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ഫലമാണ് പറയുന്നത്. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും. ഇപ്പം മേടക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ. അപ്പം മറ്റുള്ളവർക്കെല്ലാം ലഗ്നരാശികൾ മാറും. അപ്പോൾ ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിലാണോ ലഗ്നരാശികൾ വരുന്നത് അതോ അനിഷ്ടസ്ഥാനങ്ങളിലാണോ ലഗ്നരാശികൾ വരുന്നത്, അതിനനുസരിച്ചും ഈ 2026 പൊതുഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതകത്തിലെ സ്ഥിതിയാണ്. അപ്പോൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് 2026 ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ 3 മാസം ഈ ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അത് പൊതുവേ നമുക്ക് ശരീരബലമൊക്കെ കൂടും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ആക്റ്റീവാകും. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടും. പൊതുവെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഊർജ്ജസ്വലത ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പൊതുവെ നമുക്ക് ആദ്യത്തെ 3 മാസമൊക്കെ ആരോഗ്യസ്ഥിതിക്ക് വളരെ ഫേവറബിൾ ആകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് തന്നെ അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകും, അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. മാർച്ച് അവസാനമൊക്കെ ആകുമ്പോൾ രോഗസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ, അതുപോലെ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ, ഇവയൊക്കെ തന്നെ രാഹുവുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ 12ലേക്കൊക്കെ വരുന്ന സമയമാണ്. അത് ആ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊതുവെ നമുക്ക് ഈ BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആ സമയത്തുണ്ടാകാം. നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലൊക്കെ ഒരു കെയർ കൊടുക്കണം. മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഈ ആരോഗ്യസ്ഥിതിയൊക്കെ നമുക്ക് വളരെ ഫേവറബിൾ ആകും. അതുപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് യാത്രകളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആക്സിഡൻറ്റ്, അതുപോലെ ഇൻഷുറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം. അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ മെയ് ഒക്കെ കഴിയുമ്പോൾ ഇഷ്ടസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗുരു ആണെങ്കിൽ സുഖസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ 7ര ശനിയുടെ ഒരു സ്വഭാവമൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ആ ഗുരുവിൻ്റെ ഉച്ചരാശിയിലെ ആ സുഖസ്ഥാനത്തെ സ്ഥിതിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മെയ് ഒക്കെ കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. പൊതുവേ നമുക്ക് എങ്കിലും ഒരു ഒറ്റപ്പെടൽ, ഉറക്കക്കുറവ്, ബോഡി പെയിൻ ഇവയൊക്കെ ഉള്ളവർക്ക് ഒരു ആശ്വാസമൊക്കെ നമുക്ക് ഈ ജൂൺ മാസത്തിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ മാസം കഴിയുമ്പോൾ ഇപ്പോൾ പൊതുവേ നമുക്ക് മനസ്സമാധാനമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വർഷ അവസാനമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആ ഗുരു ദൃഷ്ടിയൊക്കെ ജന്മ രാശിയിലൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാക്കും. പൊതുവേ നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നത്, അതുപോലെ യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിച്ച് പോകുന്നത് പൊതുവെ നമുക്ക് 2026 ആരോഗ്യപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് തൊഴിലിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇപ്പോൾ 2026 തൊഴിൽ സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി 2026 12ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 12ലാണ് ആ ശനി സഞ്ചരിക്കുന്നത്. ജൂലൈക്ക് ആവുമ്പോൾ ആ ശനി 12 നിൽക്കുന്നുവെങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് വർഷാരംഭം മുതൽ ഇപ്പോൾ ശനിയൊക്കെ വക്രത്തിലാണ് ശനിയൊക്കെ 12ലാണ് നിൽക്കുന്നത് എങ്കിലും വർഷാരംഭത്തിൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജൻ ഭാഗ്യസ്ഥാനത്ത്, അതുപോലെ കർമ്മസ്ഥാനത്തൊക്കെ നേട്ടത്തിൻ്റെ സ്ഥാനത്തൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് രവിയും ശുക്രനും ബുധനും ഒക്കെ തന്നെ ഇഷ്ടസ്ഥാനങ്ങളിലായതുകൊണ്ട് നമുക്ക് ജൂൺ വരെ ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം ആയതുകൊണ്ട് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും.
ഇപ്പൊ കർമ്മഭാവാധിപൻ 12 നിൽക്കുമ്പോൾ അല്പം നമുക്ക് ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരും, വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിൽപരമായിട്ട് ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുന്നു, അതൊക്കെ നമുക്ക് വർക്ക് പ്രഷർ കൂട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം ഈ കർമ്മഭാവാധിപൻ 12 നിൽക്കുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ നേതൃതലത്തിലേക്കൊക്കെ ഉയരുന്നതിനൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ ചൊവ്വയും സൂര്യനും ഒക്കെ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ട്രാൻസ്ഫറിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ, ചിലപ്പോൾ തൊഴിലിൽ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. എങ്കിലും ഈ കർമ്മഭാവാധിപൻ 12 നിൽക്കുന്നു, 7:30 ശനി സമയമൊക്കെ ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അലച്ചിൽ, ഉത്തരവാദിത്വം, വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്കും ഒക്കെ തന്നെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പം അതേസമയം ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി 12 സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമെന്ന് പറയാം. 12 ശനി അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ വിദേശത്തൊക്കെ തൊഴിലവസരങ്ങളും ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ജൂലൈ ഒക്കെ കഴിയുമ്പോൾ ഈ പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൽ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് സഡനായിട്ടുള്ള ഒരു ടെൻഷൻ, അതുപോലെ ടെൻഷനൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ സ്ട്രെസ്സൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാകാം. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ. അതുപോലെ തന്നെ വർഷത്തിൻ്റെ അവസാനത്തെ പകുതി എന്ന് പറയുന്നത് ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി 12 വക്രഗതിയിലാകുന്നു. അത് തൊഴിൽപരമായിട്ട് പൊതുവേ നമുക്ക് വർക്ക് പ്രഷറൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് തൊഴിലിൽ സഡനായിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകും. തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ഈ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ തന്നെ നമുക്ക് തൊഴിലവസരങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാം. അതുവഴിയൊക്കെ നമുക്ക് തൊഴിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദൂരെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ അവരുടെ ഇഷ്ടസ്ഥാനങ്ങളിലേക്ക് ചിലപ്പോൾ ഈ തൊഴിൽ മാറുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് വർഷത്തിൻ്റെ അവസാനത്തെ പകുതി കാണുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ടെൻഷനൊക്കെ അല്പം കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഗുരു 12 വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. എങ്കിലും കർമ്മത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ഒക്കെ തന്നെ ഗുരു ഒക്കെ ഭാഗ്യ അനുഭവങ്ങൾ നമുക്ക് നൽകും എന്ന് പറയാം. പൊതുവെ നമുക്ക് ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് വർഷാരംഭം ബിസിനസ്സിൽ പൊതുവെ നേട്ടങ്ങളുടെ സമയമായിരിക്കും. ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ ഏപ്രിൽ പകുതി വരെയൊക്കെ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജനും ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അത് ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. വർഷത്തിൻ്റെ ആദ്യ പകുതി ശനി 12-ലാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇഷ്ടസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ബിസിനസ് ആക്ടിവിറ്റീസിൽ ഒരു കാര്യക്ഷമതയൊക്കെ ഉണ്ടാകും. അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ നമുക്ക് ബിസിനസ് ഇൻകം കൂടുന്നതിന് സാധ്യതയുണ്ട്, ലാഭവർദ്ധനവിനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 11-ലൊക്കെ രാഹു നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ വിദേശ വിപണനത്തിനും അനുകൂലമായിട്ടുള്ള വർഷമായിട്ട് കാണുന്നുണ്ട്. വർഷത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ അതായത് ജൂലൈ ജൂൺ 2 മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് പൊതുവെ ബിസിനസ്സുകാരകൻ ബുധൻ വക്രത്തിലാകുന്നതിനാൽ ആ സമയത്ത് അല്പം നമുക്ക് ബിസിനസ്സിൽ കെയർ കൊടുക്കണം. ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനൊക്കെ ശ്രമിക്കുന്നവർ അത് ബിസിനസ് എക്സ്പെർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുക. അതുപോലെ 7ാം ഭാവാധിപനായ ശുക്രൻ ആഗസ്റ്റ് നവംബർ മാസങ്ങളിലൊക്കെ നീചരാശികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്.
നേർസഞ്ചാരത്തിലും വക്രസഞ്ചാരത്തിലും ഒക്കെ ആയതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫ്ലക്ച്വേഷൻസ് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മകാരകനായിട്ടുള്ള ശനി 12 വക്രത്തിലാകുന്നതിനാൽ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൂട്ടുന്നത് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് നമ്മുടെ ആക്ടിവിറ്റീസിൽ ഒരു ആലസ്യം വരാതിരിക്കാൻ ആ ബിസിനസ്സുകാർ ശ്രദ്ധിക്കുക. പൊതുവെ ബിസിനസ് പരമായിട്ട് ആദ്യ പകുതി വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് ഈ കുറുവിലെ വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 പൊതുവെ അത് പ്രതീക്ഷകളുടെ ഒരു വർഷമെന്ന് പറയാം. വർഷാരംഭത്തിൽ ആദ്യത്തെ 3 മാസം പ്രത്യേകിച്ച് പരീക്ഷകൾക്കൊക്കെ തയ്യാറാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണെന്ന് പറയാം. മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയം പഠനത്തിൽ അല്പം നമ്മൾ ഫോക്കസ് കൂട്ടണം, ആലസ്യം കുറയാതെ നോക്കണം. പ്രത്യേകിച്ച് ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമെന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ, ഗവേഷണം ഇത്യാദി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പഠനം നടത്തുന്ന പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് അധ്യാപകരുടെയൊക്കെ ഒരു ഗൈഡൻസ് ഒക്കെ വളരെ അവർക്ക് ഗുണം ചെയ്യുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം, ഗവേഷണം ഇവയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം. അതുപോലെ പൊതുവെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും. അതുപോലെ വിദേശ യാത്രകൾക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒക്കെ മാറുന്നതിനും സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പ്രത്യേകിച്ച് ടെക്നിക്കൽ മാനേജ്മെൻറ്റ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇവയിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ പഠന മേഖലയിലൊക്കെ മികവ് പുലർത്താൻ കഴിയും. ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു, പ്രത്യേകിച്ച് 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9ന്റെ 9ൽ തന്നെ വരുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു ഭാഗ്യാനുഭവം. പ്രത്യേകിച്ച് ഉന്നത പഠനത്തിലും പൊതുവെ പഠിതാക്കൾക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് എന്തായിരിക്കും ഈ കുറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവരുടെ ധനസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം നമ്മൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മാർച്ച് മാസമൊക്കെ ഒഴിച്ച് ഉള്ള മറ്റു മാസങ്ങളിൽ ഈ ധനഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ 11ൽ രാഹുവുണ്ട്. ഭാഗ്യഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരുവിൻ്റെ സ്ഥിതിയും പൊതുവെ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യഭാവാധിപൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഗുരുദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമായതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാവും. ഇപ്പം മാർച്ച് മാസമൊക്കെ വരുമ്പോൾ അല്പം ചെലവ് കൂടാനിടയുണ്ട്. പ്രത്യേകിച്ച് സുഖച്ചെലവൊക്കെ കൂടാൻ ഇടയുള്ള സമയമാണ്. ശുക്രനൊക്കെ 12ൽ വരുന്ന സമയമാണ്. ഇപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12ലായതുകൊണ്ടും ചെലവ് അധികരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം വിദേശ ബന്ധം വഴി സാമ്പത്തിക നേട്ടങ്ങൾക്കും ആ ശനി വഴിതെളിക്കുന്നു എന്ന് പറയാം. ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ 2ലുള്ള സമയം കൂടെയാണ്. അപ്പോൾ ഏപ്രിൽ മാസങ്ങളിൽ, മെയ് മാസങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മുടെ സമ്പാദ്യം, അതുപോലെ ബാങ്ക് ബാലൻസ് ഒക്കെ കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു 4ൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. സുഖസ്ഥാനത്താണ് ആ ഗുരു ഉച്ചസ്ഥിതനായിട്ട് വരുന്നത്. അപ്പോൾ ഗുരു 4ൽ വരുന്നു. ജൂലൈ മുതൽ ശനി 12ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതൊക്കെ പൊതുവെ നമുക്ക് അനാവശ്യ ചെലവൊക്കെ കുറയ്ക്കുന്നതിനും ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതിനുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ജോയിൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ ഒക്കെ തന്നെ ഈ പർച്ചേസ് ചെയ്യുന്നതിനും പണം മുടക്കുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ 2026 ഉണ്ടാകും. വർഷാവസാനമൊക്കെ ആകുമ്പോൾ ഗുരു 5ലേക്ക് മാറുന്നു.
അപ്പോൾ 9ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു, 11ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യനേട്ടങ്ങൾ, ധനനേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം വർഷത്തിൻ്റെ അവസാനത്തെ പകുതി. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം, ദാമ്പത്യ ബന്ധമൊക്കെ നമ്മൾ വരുമ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയത്തിനും അതുപോലെ തന്നെ വിവാഹത്തിനുമൊക്കെ വർഷ ആരംഭം അനുകൂലമാണെന്ന് പറയാം. ഇപ്പം 7ാം ഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ 4ഉം 5ഉം രാശികളിൽ സഞ്ചരിക്കുന്നു. അത് ഗുണാനുഭവം ഉണ്ടാക്കും. അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി 7ൽ വരുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ തന്നെ ഒരു കുടുംബജീവിതത്തിലൊക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വഴിതെളിക്കും. അതുപോലെ കുജനും ശുക്രനുമായിട്ടുള്ള ബന്ധമൊക്കെ വർഷാരംഭത്തിൽ കാണുന്നുണ്ട്. അത് പൊതുവേ നമുക്ക് ഈ കുറിലെ ചിലർക്കെങ്കിലും ചില പ്രണയചിന്തകളൊക്കെ തീവ്രമാകുന്ന സമയമായിരിക്കും. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഒക്കെ ആകുമ്പോൾ ഈ 5ഉം 7ഉം 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി, ഇവയൊക്കെ 12ലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കമിതാക്കും അതുപോലെ ദമ്പതിമാർക്കൊക്കെ അവരുടെ ബന്ധത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതേസമയം ദമ്പതിമാർക്കൊക്കെ ദൂരയാത്രകൾക്ക്, ഷോപ്പിങ്ങിന് ഒക്കെ അനുകൂലമാണ്. അതുവഴിയൊക്കെ ധനച്ചെലവ് കൂടുന്നതിനും സാധ്യതയുള്ള സമയമാണ്. അതുപോലെ മെയ്, ജൂലൈ മാസങ്ങളിൽ ഈ കുടുംബജീവിതത്തിൽ പൊതുവെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ അവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മെയ് കഴിയുമ്പോൾ ജൂൺ 2-ന് ഗുരു സുഖസ്ഥാനത്ത്, ഭാഗ്യഭാവാധിപൻ സുഖസ്ഥാനത്ത് വരുന്നു. അത് 4ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീട് മാറുന്നതിനായാലും വീട് വയ്ക്കുന്നതിനായാലും പൊതുവെ അനുകൂല സമയമാണ്. ആസ്തികളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. അവിടേക്ക് ഗുരു ശുക്ര യോഗമൊക്കെ 4 വരുന്നുണ്ട്. അത് വളരെ സുഖാനുഭവം കുടുംബത്തിലുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യത്തിനൊക്കെ സാധ്യതയുണ്ട്. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ വരുമ്പോൾ ആ ശുക്രന് അല്പം നീചസ്ഥിതി വരുന്നുണ്ട്. 7ാം ഭാവാധിപനാണ് ശുക്രൻ, നീചസ്ഥിതി വരുന്നു. അതുപോലെ കുജൻ്റെയൊക്കെ 4ലെ സ്ഥിതി ഒക്കെ ആ സമയത്ത് വരുന്നു. അപ്പോൾ ഫാമിലിയിൽ അല്പം ടെൻഷൻ, പ്രോപ്പർട്ടി തലത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്, അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ അല്പ ഈഗോ പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം. അതുപോലെ തന്നെ ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ ആകുമ്പോൾ ശുക്രനൊക്കെ വക്രസ്ഥിതി വരുന്നുണ്ട്, നീചസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ദമ്പതിമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഒരു ദാമ്പത്യ സുഖമൊക്കെ കുറയാം, അല്പം സമാധാനമൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം ഗുരുവിൻ്റെ 5ലേക്കുള്ള രാശിമാറ്റം പൊതുവെ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു തോട്ട് കൂടുന്നതിനും ധ്യാന മാർഗങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനും യാഥാർത്ഥ്യങ്ങളൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് ബിഹേവ് ചെയ്യുന്നതിനും അതൊക്കെ നമുക്ക് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സഹായകമാകും എന്ന് പറയാം. പൊതുവെ ഈശ്വര കടാക്ഷമൊക്കെ നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ 2026 പ്രത്യേകിച്ച് അല്പ ഈശ്വര ചിന്തയൊക്കെ കൂടി പോകുന്നവർക്ക് എല്ലാ തലങ്ങളിലും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറ്റിക്കിട്ടും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.